നമസ്കാരം, അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ലൈൻ ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം. സൗദിയിലുള്ള ഇൻവെസ്റ്റേഴ്സിന്, മലയാളി ഇൻവെസ്റ്റേഴ്സിന് സൗദി ബഡ്ജറ്റ് 2024 മലയാളത്തിലൊന്ന് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഓരോ ബഡ്ജറ്റുകളും വിഷൻ 2030 ഓരോ സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിഷൻ 2030 നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നടന്ന ബിഗ് കോൺക്ലേവിൽ ഞാൻ ഒരുപാട് നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ്, മിസ ലൈസൻസിൽ ഇൻവെസ്റ്റേഴ്സ് പങ്കെടുത്ത ആ വേദിയിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം, സത്യം പറഞ്ഞാൽ അതിന്റെ പ്രതികരണം എന്നിൽ ഞെട്ടിലുളവാക്കി. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് കൃത്യമായി ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഉള്ള എത്ര പേരുണ്ട്, എല്ലാ വർഷവും കൃത്യമായി പ്ലാൻ ചെയ്തു പോകുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മഹാഭൂരിപക്ഷം പേരും കൈപൊക്കിയില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചൊരു ചോദ്യം, അത് സൗദി ബഡ്ജറ്റുമായിട്ട് കണക്ട് ചെയ്ത് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 1-2 പേരെ കൈവക്കിയുള്ളൂ. നമ്മൾ സത്യം പറഞ്ഞാൽ കൃത്യമായൊരു വിഷനോടെ, കൃത്യമായൊരു പ്ലാനിങ്ങിലൂടെ, ചെറുതും വലുതുമായ, ഇനിയിപ്പോൾ ഒരു ചെറിയ ബക്കാലി ആയിക്കോട്ടെ, ഒരു ചെറിയ ട്രേഡിംഗ് കമ്പനി ആയിക്കോട്ടെ, എന്താണെങ്കിലും കൃത്യമായൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി പോയാൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, 2023 എങ്ങനെയായിരുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും തന്നെ, മഹാഭൂരിപക്ഷം പേരും തന്നെ പറഞ്ഞു വളരെ മോശമായിരുന്നു എന്ന്. അതിന് കാരണം വേറൊന്നും ആയിട്ടല്ല, ഇവിടുത്തെ എക്കണോമി മോശമായിരുന്നു, ഇവിടുത്തെ ബഡ്ജറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല, GDP ഫ്ലാറ്റ് ആയിരുന്നു, അതായത് മൊത്തം ആഭ്യന്തര ഉൽപാദനം സെയിം ആയിരുന്നു, ഇമ്പോർട്ട് കുറവായിരുന്നു, പിന്നെ ഇൻഫ്ലേഷൻ 2.6 അത്ര വലിയ ഇൻഫ്ലേഷൻ അല്ല. എന്നിരുന്നാൽ പോലും ഇവിടുത്തെ 1986 ഇവിടുത്തെ സൗദി റിയാലും ഡോളറുമായിട്ട് പെഗ് ചെയ്തിരിക്കുന്നത് കൊണ്ട്, അതായത് കുറ്റിയടിച്ച് വെച്ചിട്ടുണ്ട്, അതായത് ഒരു ഡോളർ എന്ന് പറയുന്നത് 3.75 എന്ന റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നുണ്ട്. അവിടെ ഇൻഫ്ലേഷൻ, US ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിയുമ്പോൾ സാധാരണ പണപ്പെരുപ്പം എന്ന് പറയും. പണപ്പെരുപ്പം ഉണ്ടായി കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ സർക്കുലേഷൻ ഓഫ് മണി കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ അവിടുത്തെ പോളിസി ചെയ്തിട്ട് അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകൾ കൂട്ടും. അപ്പോ ആളുകൾ എന്ത് ചെയ്യും, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം, അതായത് പ്രൊഡക്ഷൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സെക്യൂർഡ് ആയിട്ട് നേരെ ബാങ്കിൽ കൊണ്ടുപോയിടും. കാരണം അവർക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ആരും ലോൺ എടുക്കില്ല. ലോൺ എടുക്കാണ്ടാകുമ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ വരില്ല, പുതിയ ബിസിനസ് എക്സ്പാൻഷൻ നടക്കില്ല. അങ്ങനെ വരുമ്പോൾ എക്കണോമി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അത് അവിടെ നടന്നു. പക്ഷെ ഇവിടെയും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി, കാരണം പെഗ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം. അവിടെയും ഇവിടെയും നടക്കുന്ന ഓരോ മാറ്റങ്ങളും, ഇവിടുത്തെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എക്കണോമിയിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെയും നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ കഴിയും. അതിനാദ്യം വേണ്ടത് നല്ലൊരു പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട്, ബഡ്ജറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ സത്യം പറഞ്ഞ ഞെട്ടലുളവാക്കുക ചെയ്തത്. നമ്മൾ ഇത്രയും സുവർണ കാലഘട്ടത്തിലാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഒരു ഗോൾഡൻ എറ എന്നൊക്കെ പറയുന്ന ഒരു സമയം. കാരണം സൗദി ഒരു വല്ലാത്ത മാറ്റത്തിലേക്ക് കുതിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ നമ്മൾ ഇവിടെ സൗദിയിലുണ്ട്. എന്നിട്ട് ഈ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാതിരുന്നാൽ വലിയ നഷ്ടം തന്നെ സംഭവിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ മിസ ലൈസൻസ് ഉള്ളവരും ഇനി എടുക്കാനിരിക്കുന്നവരും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഭീകരമായ മാറ്റങ്ങൾ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും. 100% കോൺഫിഡൻസോടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇപ്പോ മിസ ലൈസൻസിലേക്ക് മാറിയപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്ന് എനിക്കറിയാം. അതിൽ മാറ്റം വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ആ രീതിയിലേക്കാണ് സൗദി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ബഡ്ജറ്റിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അതിലേക്ക് പോവാം. സമയം ഒരുപാട് കളയുന്നില്ല. ബഡ്ജറ്റിനെ കുറിച്ചൊരു ഓവർവ്യൂ തരാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വർഷത്തേക്ക് നടത്തുന്നത്. നാട്ടിലാണെങ്കിൽ ഒരു ഏപ്രിൽ തുടങ്ങി മാർച്ച് വരെയുള്ള ഒരു കാലഘട്ടം, ഇവിടെയാണെങ്കിൽ ജനുവരി ടു ഡിസംബർ ആണ്. അപ്പോൾ അത് എക്സ്പെൻഡിച്ചർ, ചെലവ് വരവ് കണക്കുകളുടെ ഒരു ഫോർകാസ്റ്റിംഗ് ആണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റിസോഴ്സ് അലോക്കേഷൻ. ഫോർ എക്സാമ്പിൾ സൗദി ആണെങ്കിൽ അവർ ഓയിലിൽ നിന്ന് മാറി നോൺ ഓയിലിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് ബഡ്ജറ്റ് വഴി നോക്കുന്നു. അപ്പോൾ രണ്ടാമെന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പുതിയ പാക്കേജ് വരുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നു. ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ടാക്സ് സ്ലാബുകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്.
എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച്. പിന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമി ഇത് ചെയ്യാന്നുള്ളത്, അത് ഞാൻ നേരത്തെ പറഞ്ഞോണം ഇൻഫ്ലേഷനെയും GDP-യെയും ഒക്കെ ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുകയും, അതായത് പണപ്പെരുപ്പത്തെ കൺട്രോൾ ചെയ്യുകയും GDP കൂട്ടി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്റ്റെബിലിറ്റി. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഗ്രോത്ത് അതിൽ പെടുന്നതാണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതിലും വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. എല്ലാവർക്കും ജോലി കൊടുക്കുക, എല്ലാവർക്കും ജോലി കൊടുക്കുമ്പോൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ എക്കണോമിയിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്താ പറയാ, ഒരുപാട് റീജിയനുകളുണ്ട്. ആ റീജിയനുകളിലൊക്കെ ഒന്നും എന്താ പറയണേ, ഡിസ്പാരിറ്റീസ് ഇല്ലാതെ, അതായത് തുല്യതയോടെ നിലനിർത്തി കൊണ്ടുപോവുക, ഡെവലപ്മെന്റ് എല്ലാ സ്ഥലത്തും കൊണ്ടുവരിക, എല്ലാവർക്കും എല്ലാ സ്ഥലത്തും താമസിക്കുന്നവർക്കുള്ള ഗുണം കിട്ടാവുന്ന രീതിയിൽ ബഡ്ജറ്റിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റിൽ തന്നെ രണ്ട് മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിന് വീണ്ടും രണ്ടായിട്ട് ഇത് ചെയ്യാം. ചെലവുകളും റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ വരവുകളും റവന്യൂ എക്സ്പെൻഡിച്ചർ ചെലവുകളും. റവന്യൂ ബഡ്ജറ്റിന് അണ്ടറിൽ വരുന്നത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, എല്ലാ വർഷവും റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ടാക്സും നോൺ ടാക്സുമായിട്ട് വരുമാനങ്ങൾ വരിക, അത് എല്ലാ വർഷവും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശമ്പളം കൊടുക്കുക, ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ശമ്പളം, പെൻഷൻ, സബ്സിഡി അതൊക്കെ കൊടുക്കുന്നതിന് റവന്യൂ എക്സ്പെൻഡിച്ചറിലും പെടുത്തും. ഇനി ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മുടെ അസറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ക്യാപിറ്റൽ വരിക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വരവ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ വിൽക്കാൻ തീരുമാനിച്ചു. ഫോർ എക്സാമ്പിൾ അരാംകോന്റെ കുറെ ഷെയർ വിൽക്കാൻ തീരുമാനിച്ചു, അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നേരെ മറിച്ച് ഒരു ബൈബാക്ക് ചില സമയത്ത് നടത്താം. ഫോർ എക്സാമ്പിൾ ജിദ്ദയിൽ എല്ലാം പൊളിച്ച് ഗവൺമെന്റ് അത് ഏറ്റെടുത്തു, അപ്പൊ നല്ലൊരു എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്, അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരും. ഓക്കെ, ഇനി 3 തരത്തിലുള്ള ബഡ്ജറ്റാണ് സാധാരണ വരിക. ഒന്ന് ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ വരവ് ചെലവ് കണക്കുകൾ സെയിം ആയിട്ട് നിൽക്കുക. രണ്ടാമത്തെന്ന് പറയുന്നത് സർപ്ലസ്, വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഡെഫിസിറ്റ് എന്ന് പറയാം, അതായത് വരവ് കുറവും ചെലവ് കൂടുതലും. ഓക്കെ, അത് കമ്മി ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് അതാണ് ഒട്ടുമിക്ക സമയത്തും നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നത്. ഇവിടെ കുറച്ച് നാളുകളായിട്ടും 2030 വരെയും അങ്ങനെയാണ്. കാരണം ഭീകരമായ ഒരു ഡെവലപ്മെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുവരെയും ഇങ്ങനെയുള്ള ഒരു ഡെഫിസിറ്റ് ബഡ്ജറ്റ് തന്നെയാണ് അവർ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇനി സൗദി അറേബ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞോണം, ഇവിടുത്തെ ബഡ്ജറ്റ് വിഷൻ 2030 കണക്റ്റഡ് ആണ്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ വിഷൻ 2030 അച്ചീവ് ചെയ്യാനുള്ള രീതിയിലാണ് ബഡ്ജറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ബഡ്ജറ്റിന്റെ ഇനിഷ്യൽ അനാലിസിസും മറ്റുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ്. ഒക്ടോബർ, നവംബറോട് കൂടി അത് ഫൈനലൈസ് ചെയ്യും. പിന്നെ ഡിസംബറിൽ ഇത് റിലീസ് ചെയ്യും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചോണം, നമ്മൾ എല്ലാ വർഷവും ഡിസംബർ, ജനുവരിയിൽ ഒരു ബഡ്ജറ്റ് അവലോകനം നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഓവർവ്യൂ. ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലൈഡ് എടുത്തിട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് സൗദി അറേബ്യ ഇപ്പൊ നോൺ ഓയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, 2010 71 ബില്യൺ ആയിരുന്നു അവരുടെ നോൺ ഓയിലിൽ നിന്ന് വരുമാനമെങ്കിൽ ഇപ്പോൾ അത് 441 ആയി. ഓക്കെ, ഇപ്പൊ 2012 ഏകദേശം 2012 1247 ബില്യൺ, അതായത് 1.2 ട്രില്യൺ ആണ് അവര് മൊത്തം റവന്യൂ കിട്ടിയതെങ്കിൽ ഈ പറയുന്ന 2022 1.2 തന്നെയായിരുന്നു. പക്ഷേ മെജോറിറ്റി വന്നിരിക്കുന്നത് 444 നോൺ ഓയിലിൽ നിന്നാണ്. ഓക്കെ, അതായത് കൂടുതലും ഓയിലിൽ ഫോക്കസ് ചെയ്യുന്നു എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞോണം ഏതൊക്കെ വർഷമാണ് ഇവിടെ സർപ്ലസ് ഉണ്ടായത്. നിങ്ങൾക്കറിയാം 2012 സർപ്ലസ് ആയിരുന്നു. പിന്നെ 2013, 12, 11 ഒക്കെ സർപ്ലസ് ആയിരുന്നു. ബാക്കിയുള്ള സമയത്തൊക്കെ ഡെഫിസിറ്റ് ബഡ്ജറ്റുകളാണ് ഇവിടെ ഇത് ചെയ്തത്. ഇനി കഴിഞ്ഞ വർഷത്തെ റവന്യൂ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് നിന്നത്, കുറവായിട്ട് നിന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. റവന്യൂ കണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നോൺ ഓയിലിൽ നിന്നാണെങ്കിൽ 12% കുറവായിരുന്നു. ഓയിലിൽ നിന്ന് 12% കുറവും നോൺ ഓയിലിൽ നിന്ന് 11% അപ്പുമായിരുന്നു. ടാക്സ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് 58% അപ്പായിരുന്നു. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, കൂടുതൽ കഴിഞ്ഞ വർഷം പ്രശ്നം ഉണ്ടായത് ഓയിൽ റവന്യൂവിൽ നിന്നായിരുന്നു. അതിനുള്ള കാരണം ഞാൻ വരുന്നൊരു സ്ലൈഡിൽ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇത് ഞാൻ ഒരു 2016 തുടങ്ങി 2026 വരെയുള്ള പ്രൊജക്ഷൻ ആണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും, റവന്യൂയേക്കാൾ കൂടുതലാണ് എക്സ്പെൻഡിച്ചർ, വരവിനേക്കാൾ കൂടുതലാണ് ചെലവാക്കാൻ പോകുന്നത്.
അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എപ്പോഴും നോക്കേണ്ടത് എക്സ്പെൻഡിച്ചറിലാണ്. എവിടെയാണ് ഗവൺമെന്റ് ചെലവാക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ആ സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അവിടുത്തെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. റവന്യൂ എങ്ങനെയായാലും ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ടാക്സിലെ വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരെയും ബാധിക്കും. അതെങ്ങനെയായാലും വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഓയിലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഓയിലിന് കഴിഞ്ഞ വർഷം എന്താണ് ഉണ്ടായത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 2012 ഏകദേശം ഒരു 100-112 അകത്ത് നിന്നിരുന്ന ഒരു ആവറേജ് പ്രൈസിൽ നിന്നിരുന്ന ഓയില് ഇപ്പോൾ ഒരു 75-80 നിന്നത് 2023. മാത്രമല്ല പ്രൊഡക്ഷൻ ഗോപെക്കിന്റെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെയുള്ള എഗ്രിമെന്റ് പ്രകാരം അവര് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്തു ജൂലൈ തുടങ്ങി. ഓക്കെ, ഇപ്പൊ 9 മില്യൺ ബാരലാണ് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന എന്തെങ്കിലും കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഇനി എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എവിടേക്കാണ് ചെലവാക്കാൻ പോകുന്നത് 2024 നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഹെൽത്ത് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കാൻ പോകുന്നത്. അത് പലതരത്തിലുള്ള സ്റ്റഡികളുടെ ബേസ് ചെയ്തിട്ടാണ്. കോവിഡിന് ശേഷം കോവിഡിന്റെ സമയത്ത് ഇവര് കടന്നുപോയ സിറ്റുവേഷൻ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിലിറ്ററിനേക്കാൾ കൂടുതൽ ഹെൽത്തിലാണ് ഇത് വരുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കൂടുതൽ കാര്യങ്ങൾ ഞാൻ വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു എക്കണോമിയിലെ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 ഡാറ്റ പോയിന്റുകൾ കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ട് ബഡ്ജറ്റിലേക്ക് തിരിച്ചു വരാം. ഒന്നാമത്തെ പോപ്പുലേഷൻ ആണ്. ഒരു പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ആ രാജ്യത്തിന്റെ GDPയും എക്കണോമിയും ഒക്കെ വളരും. അപ്പോൾ സൗദി അറേബ്യയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഗ്രോത്ത് ഉള്ള സൗദി അറേബ്യയിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആവറേജ് മീഡിയൻ ഏജ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 29 years ആണ്. അതായത് 29 വയസ്സാണ് അതിന്റെ നടുക്ക് നിൽക്കുന്ന. അതായത് ഇവിടുത്തെ പോപ്പുലേഷന്റെ മൊത്തം ഇതെടുത്താൽ 29 വയസ്സായിട്ട് എടുക്കാം. അതൊരു ഹെൽത്തി സിറ്റുവേഷൻ ആണ്. ഇനി നോൺ സൗദി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ സൗദി ഏകദേശം 58% ആണ്, നോൺ സൗദി 41% ആണ്. ഇനി മെയിലും ഫീമെയിലും നോക്കുമ്പോൾ വലിയ അന്തരം കാണും, പേടിക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 61% മെയിലും 38.8% മെയിലും ആണെങ്കിലും അത് ഇവിടെയുള്ള നോൺ സൗദീസിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴാണ്. അതല്ല എങ്കിൽ ഏകദേശം 50-50 ആണ്. കാരണം ഇവിടെ മെജോറിറ്റി ആളുകൾ പുറത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യുന്നത് മെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു അന്തരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏകദേശം ഇവിടെയുള്ള സൗദികൾ എന്ന് പറയുന്നത് 32 മില്യൺ ആണെങ്കിൽ ഇവിടുത്തെ നോൺ സൗദീസ് ഏകദേശം 18 മില്യന്റെ അടുത്തുണ്ട്. ഓക്കെ, സോറി, ഇത് രണ്ടുപേരും കൂടി കൂടുമ്പോൾ അതായത് സൗദീസും നോൺ സൗദീസും കൂടുന്ന പോപ്പുലേഷൻ ആണ് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്. സൗദീസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം നല്ല രീതിയിലുള്ള ഗ്രോത്ത്, ഒരു സ്റ്റേബിൾ ഗ്രോത്ത്, ഒരു ലീനിയർ ട്രെൻഡ് കാണാൻ കഴിയും. നോൺ സൗദീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാം 2016 14.4 മില്യൺ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറഞ്ഞ് ഏകദേശം 2021 12.4 മില്യനായി. ഇപ്പോൾ ഏകദേശം 13.4 മില്യനായി. ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട്. ഒരുപാട് നോൺ സൗദീസിന് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് കുഴപ്പമില്ലാതെ ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ മീഡിയൻ ഏജ് എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഭയങ്കരമായിട്ട് എക്കണോമിയെ ബാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ജപ്പാൻ GDP താന്ന് എക്കണോമി തളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം അവരുടെ മീഡിയൻ, അതായത് മെജോറിറ്റി അവരുടെ എല്ലാവരുടെയും കൂടി ഏജ് എടുത്ത് അതിന്റെ മീഡിയൻ കണക്കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 50 years ആണ്. അതായത് വയസ്സായ ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു തലമുറയാണ് അവർക്കുള്ളത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് എക്സ്പെൻഡിച്ചർ വരുന്ന വർഷങ്ങളിൽ എക്സ്പെൻഡിച്ചർ കൂടി വരും. അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് 2010 തുടങ്ങി മൈനസ് ആണെന്നാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ സ്റ്റേബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ മൈനസ് ആണ്, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഏജ്ഡ് ആയിട്ടുള്ള ബർത്ത് റേറ്റ് കുറയുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവരുടെ ആളുകൾ കൂടും. അപ്പോൾ ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും, വരുമാനം കുറയും. കാരണം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹം ഇല്ലാതെ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും പല രാജ്യത്തിനുള്ളവർക്കൊക്കെ ഒരുപാട് ചാൻസുകൾ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയാം, അവരെ നോക്കാനായിട്ട് ഒരുപാട് ആളുകളെ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഒരുപാട് പേര് ആവശ്യമുള്ളത് കൊണ്ട് ആളുകൾ ഒരുപാട് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സൗദിയുടെ സിറ്റുവേഷൻ വളരെ ഹെൽത്തി ആണ്. 29 ആണ്, ഗ്രോത്ത് പെർസെന്റേജ് അടിപൊളിയാണ്. എല്ലാം കൊണ്ടും നല്ല ഹെൽത്തി സിറ്റുവേഷൻ ആണ് സൗദിയിലുള്ളത്. രണ്ടാമത് അൺഎംപ്ലോയ്മെന്റ് ആണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോ ഇത് 2 ഡാറ്റ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. അത് അൺഎംപ്ലോയ്മെന്റ് റേറ്റും ഇത് സൗദികളുടെ റേറ്റുമാണുള്ളത്.
അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏതാണ്ട് 12.7% ഉണ്ടായിരുന്നത് കോവിഡിന്റെ സമയത്ത് ഏകദേശം 15.4 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് 20 ഇയേഴ്സിൽ ഏറ്റവും കുറവായിട്ടുള്ള 8-ലും 8.3-ലുമാണ് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണുള്ളത്. ഇവിടെ വരുന്ന ഓരോ മാറ്റങ്ങളുടെയും ഗുണങ്ങൾ സൗദികൾക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോൺ സൗദീസിനെ നോക്കിയാൽ അറിയാം ഏകദേശം 4.9% ആണ്. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് രണ്ടും കൂടി കൂട്ടി കഴിയുമ്പോഴും ഈ പറയുന്ന റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം 4.5, 5.5-ലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബഡ്ജറ്റിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് പഠിക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനം. അത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് എന്താന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ അതെന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഒരു കൺട്രിയിൽ ഒരു വർഷം നടക്കുന്ന ഉൽപാദനം എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിന്റെ മൊത്തം വാല്യൂവിനെയാണ് അവര് ഗ്രോസ് ഡൊമസ്റ്റിക് GDP-യിൽ ഉൾപ്പെടുത്തുന്നത്, മൊത്ത ആഭ്യന്തര ഉൽപാദനമായിട്ട് കണക്കുകൂട്ടുന്നത്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 2012 സൗദി ഏകദേശം 8.7% ഗ്രോത്ത് അച്ചീവ് ചെയ്തു. 3.5 ആയിരുന്നു ഗ്ലോബൽ ലെവലിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഓയിലിന്റെ ഡിമാൻഡ് കൂടിയപ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയത് സൗദിക്കായിരുന്നു. ഓക്കെ, 2023 അത് 3%-ന്റെ അടുത്തായിരുന്നു. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു 2023-ൽ. ഗ്ലോബൽ ലെവലിൽ 3% ആയിരുന്നപ്പോൾ കാരണം വേറെ ഒന്നും ആയിട്ടല്ല, ബേസ് ഭയങ്കര ഹൈ ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും സൗദിയിലില്ല. ഓക്കെ, മെയിൻ ആയിട്ടുള്ള GDP ഗ്രോത്ത് ട്രാൻസ്പോർട്ടേഷനിൽ നിന്നും സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് എന്നൊക്കെ ആയിരുന്നു. പിന്നെ ഹോൾസെയിൽ, റീറ്റെയിൽ, റെസ്റ്റോറന്റ്, ഹോട്ടൽ ആക്ടിവിറ്റീസിൽ നിന്നും നല്ലൊരു വരുമാനം സൗദിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം നോൺ ഓയിൽ ആക്ടിവിറ്റീസിന്റെ ഗ്രോത്ത് ഏകദേശം 2022-ല് 4.6% ആയിരുന്നു. ഏകദേശം ഈ വർഷം 2023-ലും ഏകദേശം 4.6-ന്റെ അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വേറെ 1-2 ഡാറ്റാ പോയിന്റുകൾ നോക്കിയിട്ട് പോവാം. വേൾഡ് വൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും വലിയ എക്കണോമി എന്ന് പറയുന്നത് US-ന്റെ എക്കണോമിയാണ്. അത് ഏകദേശം 27 ട്രില്യൺ വരും. ഓക്കെ, അവിടെ തൊട്ട് താഴെയുള്ള ചൈന 18.5 ട്രില്യൺ ആണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും ഏകദേശം 5-ാം സ്ഥാനത്തുണ്ട് 4.1 ട്രില്യൺ ആയിട്ട്. സൗദി അറേബ്യ 1.1 ട്രില്യൺ ആയിട്ട് 19-ാം സ്ഥാനത്തുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, GDP പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ മൊത്തം വരുമാനത്തെ അവിടുത്തെ പോപ്പുലേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ പിന്നിലാണ്. ഇന്ത്യക്കുള്ള ആകെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ്. നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ സമയത്ത് പോലും സൗദിയുടെ GDP പെർ ക്യാപിറ്റ ഭയങ്കര അടിപൊളിയാണ്, ഹെൽത്തി ആണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്കണോമി ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടുത്തെ നോൺ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു, നോൺ ഓയിൽ സെക്ടറിൽ നിന്ന് ഏകദേശം 4.4% ഗ്രോത്ത് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അവർ വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നതും. ഇനി ഈ ഓയിൽ സെക്ടർ, നോൺ ഓയിൽ സെക്ടറിൽ നിന്ന് ഏതൊക്കെ ഇതിൽ നിന്നാണ് വരുമാനം വരുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ആണ്. പിന്നെ റീറ്റെയിൽ ആൻഡ് ഇ-കൊമേഴ്സ് ആണ്. ഇപ്പൊ പലവരും ചോദിക്കാറുണ്ട് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത്. മെയിൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് ടൂറിസം ആണ്. ഇവിടെ പിൽഗ്രിംസ് മാത്രമല്ല, അതായത് ഹജ്ജിനും ഉംറയ്ക്കും വരുന്നവരെ ഒരുപാട് പേര് വന്നുകൊണ്ട് അത് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഡാറ്റ പോയിന്റ് പിന്നെ പറയാം. അത് മാത്രവുമല്ല, ഇപ്പോ സൗദി കുറെ കൂടി ടൂറിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ടൂറിസം സൗദി അറേബ്യയിൽ വന്നിറങ്ങുന്ന ഹജ്ജിനും ഉംറയ്ക്കും വന്നിറങ്ങുന്നവരെ ഹിസ്റ്റോറിക്കൽ പോയിന്റിലേക്ക്, അതായത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ചരിത്ര വഴികളിലൂടെ ഒരു യാത്രയായിട്ട് മാറ്റിയാൽ ഇവിടെ 15 ദിവസത്തേക്ക് ഉംറയ്ക്ക് വന്നവര് 25 ദിവസമോ 20 ദിവസമോ അതിലേക്ക് മാറ്റിയാൽ വരുന്ന വരുമാനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അത്ര വലിയ ഓപ്പർച്യൂണിറ്റി, അത്ര വലിയ ചരിത്രമുള്ള ഒരു ഭൂമിയാണ് സൗദി. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും. അതെങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്യാന്നുള്ളതും ഞാൻ വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇതിൽ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സൗദി മെയ്ഡ് എന്ന് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. അതും NBS-ന്റെ വളരെ ശക്തമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോകുന്നത്. ഒട്ടുമിക്ക കമ്പനികളും ഹെഡ്ക്വാർട്ടേഴ്സ് ഇങ്ങോട്ട് നീക്കിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എന്താ പറയുക, റിയാദിലൊന്നും ഒരു റെന്റിനൊരു സാധനം കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. അത്രയ്ക്ക് ഡിമാൻഡാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് സൗദി അറേബ്യയിലുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പോകരുത് എന്നൊന്ന് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഓക്കെ, പിന്നെ പ്രൊഫഷണൽ സർവീസസ് ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന IT സർവീസും അക്കൗണ്ടിങ്ങും ഒക്കെ ഇതിനും ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ഇനി
ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ പോയിന്റ് പറയാം. 2023 1.1 ട്രില്യൺ, ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, 1,00,000 കോടിയാണ്. ഓക്കെ, 1,00,000 കോടി റുപ്പീസിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് 2030 ആകുമ്പോഴേക്കും ഏകദേശം 1.7 ട്രില്യൺ US ഡോളറിലേക്ക് മാറും എന്നാണ് പറയുന്നത്. അതായത് 136 ലക്ഷം കോടി ഉണ്ടാവുന്ന ഒരു എക്കണോമിയിലേക്ക് സൗദി മാറുകയാണെന്ന്. ഏകദേശം 54% ഗ്രോത്ത് ആണ് 2023 നിന്നും 2030 വെറും 7-6 വർഷം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ അത്ര വലിയൊരു ഗ്രോത്ത് വരുമ്പോൾ അതിന് ഗ്രോത്തിന്റെ ഇപ്പൊ ഒരു ബക്കാല ഉള്ളവർക്ക് പോലും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. ഇവിടെ ആളുകൾ കൂടുതൽ വരും, അതിന് കച്ചവടം കൂടും. അതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാനിങ് ഇല്ല എങ്കിൽ രക്ഷപ്പെടുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെയുള്ള ഹെൽപ്പുകളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ അതൊരു വലിയ ഡാറ്റ പോയിന്റ് ആണ്. ഇനി ഇതിനേക്കാൾ കുറെ കൂടി വിശദമായിട്ട് ഇവിടെ വരുന്ന ഓരോ പ്രൊജക്റ്റും ഞാൻ ഒന്ന് പറഞ്ഞു പോവാൻ. 2030 വിഷൻ 2030 ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. അതിന് ചെലവാക്കാൻ പോകുന്ന പൈസയും അതായത് എമൗണ്ടും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വ്യക്തമാവും എന്താണ് സൗദി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒന്ന് നിയോം ഏകദേശം 40 ലക്ഷം കോടി ആണ് ചെലവാക്കാൻ പോകുന്നത്. റെഡ് സി ഏകദേശം 42,400 കോടി. ഖിദിയ നിങ്ങൾക്കറിയാം, ഓരോന്നും നോക്കിയാൽ ഏതാണ്ട് 64,000 കോടി. ഇത് മൊത്തം ഈ പറയുന്ന എല്ലാ പ്രൊജക്ടുകളോട് കൂടി 93.7 ലക്ഷം കോടിയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഏതൊക്കെ സെക്ടറിലാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ടൂറിസം ഉണ്ട്, എന്റർടൈൻമെന്റ്, സ്പോർട്സ് ഉണ്ട്, ലക്ഷറി ടൂറിസം ഉണ്ട്, ഫിനാൻസ്, ഇവിടെ ജിദ്ദ പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ വാട്ടർ ഫ്രണ്ട് ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രി ആണെങ്കിൽ ലോജിസ്റ്റിക്സും മറ്റുള്ള മാനുഫാക്ചറിങ്ങും, എനർജി, റിന്യൂവബിൾ എനർജിക്കൊക്കെ വേണ്ടി ഹ്യൂജ് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിയോം പോലെയുള്ള പ്രൊജക്ടുകളിൽ. പിന്നെ വാട്ടർ, നിങ്ങൾ നേരത്തെ പുതിയൊരു സ്ട്രാറ്റജി ഈ അടുത്ത് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായ ഒരു പ്ലാനോടെയാണ് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 93.7 ലക്ഷം കോടിയിൽ അതിന്റെ ഒരു ചെറിയ പെർസെന്റേജ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടാവും? ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഇപ്പോഴേ ആലോചിക്കുക. അതിന് വ്യക്തമായ ഒരു പ്ലാൻ തന്നെ വേണം. ഓക്കെ, ഇനി ടൂറിസത്തില് ഞാൻ നേരത്തെ പറഞ്ഞു, ടൂറിസത്തിൽ ഭയങ്കര വലിയൊരു ഇതാണ് വരാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉണ്ടാക്കാം? ഒന്നെന്ന് പറയുന്നത് ഹോട്ടൽസ്, ഗസ്റ്റ് ഹൗസുകള്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മക്ക മദീന റോഡിലോ അല്ലെങ്കിൽ ജിദ്ദയുടെ ചേർന്നൊക്കെയുള്ള ഈ പറയുന്ന ചരിത്രങ്ങൾ ഉറങ്ങുന്ന വഴിയിലൂടെ പോകുന്ന വഴിക്കൊക്കെ ചെറിയ റോഡ് സൈഡില് ഇപ്പൊ മരുഭൂമിയായി കിടക്കുന്നതാണെങ്കിൽ പോലും അവിടെ ഇപ്പൊ സ്ഥലം വാങ്ങിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ട്. സ്ഥലം വാങ്ങിച്ചോ റെന്റിനെടുത്തോ അവിടെ ചെറിയ ചെറിയ എന്താ പറയാ ഒരു ഗസ്റ്റ് ഹൗസ് രൂപത്തിലൊക്കെ കെട്ടിയെടുത്താൽ ഒരുപക്ഷെ കാശുണ്ടാക്കാൻ പറ്റും. പിന്നെ ടൂർ ഓപ്പറേറ്റേഴ്സിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ്. അത് ഇപ്പോഴത്തെ ഈ പറയുന്ന സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും ഈ പറയുന്ന ഇ കൊമേഴ്സിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്താൽ അതും കാശുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. പിന്നെ സുവനീറിസം, ഹാൻഡിക്രാഫ്റ്റുകളുടെ ഷോപ്പുകൾ ഒരുപാട് വരും. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ഉണ്ടാവുന്നത് പോലെ ഇവിടെയും ഉണ്ടാവാൻ വഴിയുണ്ട്. ഇവിടെയുള്ള എന്താ പറയാ മദീന മോതിരങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾക്ക് ഭയങ്കര ചാൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഒരുപാട് പേര് വരുമ്പോൾ അതിനനുസരിച്ച് ഒരുപാട് ബസ്സും കാറുകളും ഒക്കെ വേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹിസ്റ്റോറിക്കൽ പ്ലേസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വണ്ടികളെ പറ്റുള്ളൂ. ട്രെയിനൊക്കെ ഉപയോഗിക്കല്, ട്രെയിൻ വേണ്ടി വരും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസും പിന്നെ ഫുഡ് ആൻഡ് ബിവറേജ്, ഹോട്ടലും റെസ്റ്റോറന്റും ഒക്കെ കൂടാൻ വഴിയുണ്ട്. ഓക്കെ, പിന്നെ ടൂറിസത്തിൽ നടക്കുന്ന മേജർ ഇവന്റ്സ് ഇവിടെ നിങ്ങൾക്കറിയാം. 2024 ഫസ്റ്റ് ഏഷ്യൻ വിന്റർ ഗെയിംസ് വരുന്നുണ്ട്. അതൊരു നിങ്ങൾ നോക്കി അതിന്റെയൊക്കെ വെബ്സൈറ്റിൽ കയറി നോക്കണം കേട്ടോ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എത്ര ക്രിയേറ്റീവ് ആയിട്ടാണ് അവരത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതിന്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അതിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ടെൻഡറുകളിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ചിലപ്പോൾ സിവിൽ വർക്കുകൾ ഉണ്ടാവാം, പല വർക്കുകൾ, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല, കിട്ടാനായിട്ട് നിങ്ങൾ പ്ലാനിങ്ങും എക്സിക്യൂഷനും വേണ്ടി ശ്രമിക്കണം. ആ പ്ലാനിങ്ങിൽ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക എന്നും മനസ്സിലാക്കുകയും അവരെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്തുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് 2030 നടക്കുന്ന വേൾഡ് എക്സ്പോ. ഏതാണ്ട് 92 ബില്യൺ ആണ് അവർ US ഡോളർ ആണോ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 7.8 ബില്യൺ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ചേഞ്ച് ആണ്. അതിനും ഈ പറയുന്ന ഒരുപാട് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടത്താൻ കിടക്കുന്നുണ്ട്. അത് റിയാദിലാണ് നടക്കുന്നത്. ഓക്കെ,
പിന്നെ നടക്കുന്ന മേജർ ആയിട്ടുള്ള ഒരു ഇതാണ് ഫിഫ വേൾഡ് കപ്പ് 2034 നടക്കുന്നത്. അതിനും വേണം ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ഹോസ്പിറ്റാലിറ്റിയും ടൂറിസവും ഒക്കെ മേഖലകളിൽ ഭീകരമായ മാറ്റം വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ബഡ്ജറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുകടമാണ്. പൊതുകടം ഇവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഓരോ രാജ്യവും പൊതുകടങ്ങൾ എടുക്കാറുണ്ട്. അത് ഇന്റർനാഷണൽ ഗ്ലോബൽ ലെവലിൽ കടമെടുക്കും, ഇന്റർനാഷണൽ ലെവലിൽ, അതോടൊപ്പം തന്നെ ലോക്കലായിട്ട് എടുക്കും. സൗദി ഏറ്റവും കൂടുതൽ ലോക്കലായിട്ടാണ് കടമെടുക്കൽ. അത് മാത്രവുമല്ല, നിങ്ങൾക്കൂടെ നോക്കിയാൽ അവരുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് GDP-യുടെ ഏകദേശം 24% ഉള്ളൂ. അത് ഭയങ്കര ഹെൽത്തിയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ജപ്പാനൊക്കെ 264ഉം US ഒക്കെ ഏകദേശം 130 ഒക്കെ എടുക്കുന്ന 129% ഒക്കെ കടമെടുക്കുന്ന സമയത്ത് വെറും 25% ഉള്ളൂ. അതും ഒരു ഹെൽത്തി സിറ്റുവേഷൻ ആണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോണം, ഇന്റേണലി അവര് എടുക്കുന്ന കടങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുക്കൂക്ക് എന്ന് പറയും, അതായത് ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്, ഷെറിയ കംപ്ലൈൻസ് ഉള്ള ബോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിന് ബോണ്ട് എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് സംശയമാണ്. ബോണ്ട് പോലെയല്ല, ബോണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ലിങ്ക് ആണെങ്കിൽ ഇവിടെ ഇവിടുത്തെ ഓരോ പ്രൊജക്റ്റിലേക്കും അവർ ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ വരുന്ന പ്രോഫിറ്റ് നമ്മൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നു. പ്രോഫിറ്റ് മാത്രമല്ല, നഷ്ടം വന്ന നഷ്ടം ഇത് ചെയ്യാം. ഞാൻ സുസൂക്കിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് സുക്കൂക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായിട്ടുള്ള എങ്ങനെയാണ്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രൊജക്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു പ്രത്യേകം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് കൂടി പോകാൻ ചാൻസ് കൂടുതലാണ്. കരുതൽ ധനം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 395 ബില്യൺ സൗദി റിയാലാണ് 2024. അത് നല്ലൊരു ഹെൽത്തി സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പണപ്പെരുപ്പമാണ്. ഈ പണപ്പെരുപ്പം ശരിക്കും പറഞ്ഞാൽ 2.2% ആണ്. അതൊരു വലിയ പണപ്പെരുപ്പമാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ വായിച്ചു പോയിട്ടുള്ള ഈ പറയുന്ന എക്കണോമിക് തിയറീസ് ആയിക്കോട്ടെ, എല്ലാത്തിലും പറയുന്നത് ഒരു രാജ്യം വളർച്ചയുടെ ഭാഗമായി ഏകദേശം 2 to 3% ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഗ് കോൺക്ലേവിൽ വന്നൊരു ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം എഴുതി കൊടുത്തിട്ട് നമുക്ക് ചോദിക്കാൻ, അതായത് അതിന് ആൻസർ ചെയ്യാൻ സമയം കിട്ടിയില്ല, സമയക്കുറവുണ്ട്. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണേ. എത്ര പെർസെന്റേജ് ആണ് ഒരു ഇൻഫ്ലേഷൻ നല്ലത്, ഒരു പണപ്പെരുപ്പം നല്ലത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് പണപ്പെരുത്തിന്റെ ഇതനുസരിച്ചിരിക്കും. ഒന്ന്, അത് കോസ്റ്റ് റിലേറ്റഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പെട്രോളിന്റെ പ്രൈസ് കൂടിയതുകൊണ്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയതാണ് എങ്കിൽ അത് എത്ര പെർസെന്റേജ് ആണെങ്കിലും പ്രശ്നമാണ്. നേരെ മറിച്ച് ഒരു ഡിമാൻഡ് ഡ്രിവൺ ആണെങ്കിൽ, അതായത് എല്ലാ എക്കണോമിക് സിറ്റുവേഷനും അടിപൊളിയാണ്, ആളുകൾക്ക് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ കുറഞ്ഞ് എല്ലാവർക്കും ജോലിയുണ്ട്, അവിടുത്തെ GDP കൂടുന്നുണ്ട്, ആളുകൾക്ക് വരുമാനമൊക്കെ കൂടുമ്പോൾ അവർ സ്പെൻഡിങ് കൂടും. ആ സ്പെൻഡിങ് കൂടുന്നതിനനുസരിച്ച് ചെറിയൊരു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ അതൊരു ഹെൽത്തി സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഗ്ലോബൽ ലെവലിൽ ഏകദേശം 5.8ഉം 6.9 ഒക്കെ ആയിരുന്നു 2022-23 കാലഘട്ടത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നത്. 8.7% വരെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ കൂട്ടേണ്ടി വന്നത്. അതിന് കെനീഷ്യൻ തിയറിയൊക്കെ അനുസരിച്ച് പറയുന്നത്, അങ്ങനെ ഒരു ഗവൺമെന്റ് ഇടപെടലുകൾ ഇല്ലാതിരുന്നാൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് എക്കണോമി തന്നെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടും എന്നൊക്കെ പറയപ്പെടുന്നു. എനിവേ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോ ഇൻഫ്ലേഷൻ ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ഹെൽത്തി ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ വരും മാസങ്ങളിൽ, അടുത്ത ക്വാർട്ടറിലോ US ഇത് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവിടത്തെയും റേറ്റുകൾ കുറയും. ആളുകൾ വീണ്ടും എക്സ്പാൻഷനും പണം എടുക്കാനും ബാങ്കിൽ നിന്ന് എടുക്കാനും അതിനനുസരിച്ച് എക്സ്പാൻഷൻ ഒക്കെ നടക്കാൻ വഴിയുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഇവിടെ ഉണ്ടാവും. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ക് കൂട്ടുക. തീർച്ചയായിട്ടും അത് ഷെയർ മാർക്കറ്റിൽ പോലും, ഇവിടുത്തെ ഷെയർ മാർക്കറ്റിൽ പോലും അതിന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. റൈറ്റ് ടൈമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഷെയർ മാർക്കറ്റിൽ ആണെങ്കിൽ പോലും, അതല്ല സാധാ ബിസിനസ്സിലാണെങ്കിൽ പോലും ഏറ്റവും റൈറ്റ് ടൈം ആണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ. ഓക്കെ, പിന്നെ ഒരു ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് ഇവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ പോളിസി അനുസരിച്ച് ഏകദേശം 2030 ആകുമ്പോഴേക്കും 5.7% GDP വരാൻ പോകുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും പറയുന്നത്. അത് മെയിൻ ഫോക്കസ് ആയിട്ട് പറയുന്നത് ടൂറിസമാണ്. ആ ടൂറിസത്തെ കുറിച്ചുള്ള ഒരു നമ്പർ ഞാൻ പറയാൻ വിട്ടുപോയി. 2023 100 മില്യൺ ആളുകളാണ് ഇവിടെ വന്നത്. അതിൽ 73 മില്യൺ ലോക്കൽ ഇതാണെങ്കിൽ, ഡൊമസ്റ്റിക് ടൂറിസം ആയിരുന്നെങ്കിൽ 27 മില്യൺ
അവർ ചെലവാക്കിയത് ഏതാണ്ട് 26 മില്യൺ ആണെന്നാണ് എൻ്റെ അറിവ്. ബില്യൺ ആണ് അവരിവിടെ ചെലവാക്കിയത്. അത് വെച്ച് നോക്കുമ്പോൾ 2030 150 മില്യൺ ടൂറിസ്റ്റുകളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 5.7% GDP ഇമ്പാക്ട് ഉണ്ടാവുന്ന പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, ടൂറിസം എങ്ങനെ പോകാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ അതുപോലെയുള്ള വലിയൊരു മാറ്റമാണ് വരുന്നത്. മെഗാ ഇവന്റ്സ് വരുന്നുണ്ട്, പല പല മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക, നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഞാൻ പറയുന്നു, കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഈ ഒരു സമയം വളരെ വിലപ്പെട്ട സമയമാണ്. കോമ്പറ്റീഷൻ കൂടും. ഇത്രയും നാൾ നമ്മൾ കഫീലിന്റെ അണ്ടറിലായിരുന്നു, ഒരാൾ ഇങ്ങോട്ട് കയറാണ്ടിരുന്ന് പേടിച്ചിട്ടായിരുന്നു. ഇപ്പൊ പേടിയൊക്കെ മാറി ആളുകൾ ഇറങ്ങും. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഡാറ്റാബേസ് ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ ഉള്ളവര്. അതിനെ നിങ്ങളൊരു പ്ലാൻ ചെയ്ത്, നല്ലൊരു പ്ലാൻ, ഒരു 5 വർഷത്തെ പ്ലാൻ, ഒരു 10 വർഷത്തെ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനെ ഓരോ വർഷം ഈ വർഷം എന്ത് ചെയ്യണം, അടുത്ത വർഷം എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായി പ്ലാൻ ചെയ്ത് അത് ഉപയോഗപ്പെടുത്തിയെടുത്താൽ നിങ്ങൾക്കും നല്ല രീതിയിലുള്ള മെച്ചം ഈ സൗദി മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാം. യാതൊരു സംശയവുമില്ല. ഞാൻ ഇതിന്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ടോട്ടൽ റവന്യൂ 1.19 ട്രില്യണിൽ നിന്നും 1.17 അതായത് കുറച്ചാണ് റവന്യൂ കുറവാണ്. 2023 24 എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, വരുമാനത്തെക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡെഫിസിറ്റ് 82 ആണ്. ഞാൻ ഈ പറഞ്ഞ നമ്പറുകളും ഈ പറയുന്ന ടേംസും നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സമ്മറി ആയിട്ട് ഈ സ്ലൈഡ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എക്സ്പെൻഡിച്ചർ എന്താണെന്ന്, റവന്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പബ്ലിക് ഡെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു പോയതാണ്. GDP ഗ്രോത്ത് എന്താണ് നമ്മൾ പറഞ്ഞു പോയതാണ്. GDP ഗ്രോത്ത് 4.4% ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2024. ഇൻഫ്ലേഷൻ റേറ്റ് 2.6 നിന്ന് 2.2 മാറുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഏകദേശം ഇവിടുത്തെ ബഡ്ജറ്റ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മൾ ഇതിനെല്ലാം ആൻസർ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.